നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ക്രിസ്റ്റൽ പാലസ് 1. അങ്ങനെ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിലുള്ള ആ ജൈത്രയാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 11 ഗെയിംസ് ആയിട്ട് നമ്മൾ ഇതുവരെ തോൽവി അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 3 പോയിന്റ്സ്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് ആണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് നമുക്ക് 10 ഗെയിംസേ ബാക്കിയുള്ളൂ. അപ്പം ഈ വരുന്ന പോയിന്റ്സ് 3 പോയിന്റ്സ് അതിനിപ്പോൾ എങ്ങനെ കിട്ടിയല്ലോ, അത് കട്ടോണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടാണെങ്കിൽ പോലും 3 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ വാട്ട് ഇസ് ഇമ്പോർട്ടൻ്റ് ഇസ് 3 പോയിന്റ്സ്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാരിക്ക് ടീം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആസ്റ്റൺ വില്ലേനെയും കാട്ടി 11 പോയിന്റ്സ് പിറകിലായിരുന്നു. അങ്ങനെ കാരിക്ക് വന്നതിന് ശേഷം 7 ഗെയിംസ് കൊണ്ട് നമ്മൾ ആസ്റ്റൺ വില്ലേനെയും മറികടന്ന് 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മൈക്കിൾ കാരിക്ക്. അത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. സോ നമുക്ക് ഈ ഗെയിമിലേക്ക് വരാം. ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി സ്റ്റാർട്ടഡ് ഓഫ് വെരി പോർലി. അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ 27th, അതായത് കഴിഞ്ഞ തേഴ്സ്ഡേ ഗെയിം കഴിഞ്ഞിട്ട് ഉള്ള ടീമാണ്. സോ തേഴ്സ്ഡേ കളി കഴിഞ്ഞിട്ട് അത്യാവശ്യം പ്ലെയേഴ്സ് എല്ലാവരും ടയേർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടീമിനെതിരായിട്ടാണ് നമ്മൾ കളിച്ചത്. ആൻഡ് വി ഹാഡ് ആ ഗെയിം ലൈക്ക് പ്രീവിയസ് വീക്ക്. അപ്പോൾ ഇത്രയും ജസ്റ്റ് 2 ദിവസം മുമ്പ് കളിച്ച ഒരു ടീമിനെതിരെ നമ്മൾ വളരെ മോശമായിട്ടാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് ഏറ്റവും എന്താ പറയുക, വലിയൊരു ആഘാതം എന്നുള്ളത് 4th മിനിറ്റിൽ തന്നെ നമ്മൾ ഗോൾ വഴങ്ങി. ആ ഒരു ക്രോസിൽ ലെനിയോറോയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നോട്ട് അപ് ടു ദ മാർക്ക്, അങ്ങനെ വേണം പറയാനായിട്ട്. ലക്രോവിന് മാർക്ക് ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മാർക്കിംഗ് നടന്നില്ല. ഒരു ഈസി ഹെഡർ, അതും ഒത്തിരി ഗോൾ മുഖത്തിൽ നിന്നും കുറച്ചൊത്തിരി ദൂരത്ത് നിന്നിട്ടാണ് ആ ഹെഡർ ചെയ്യുന്നതും ആ ഗോള് നമ്മൾ വഴങ്ങുന്നതും. സോ ദാറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, വി നീഡ് ടു ഡു ബെറ്റർ. ലെനിയോറോ ഡെഫിനറ്റ്ലി നീഡ് ടു ഡു ബെറ്റർ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് കളി തുടങ്ങി. പിന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ഒരു എഴഞ്ഞു നീങ്ങുന്നുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയത്. കാരണം നമുക്ക് ഒരു രീതിയിലുള്ള അക്രമവും കാര്യങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സെസ്കോന് ഒരു ചാൻസ് കിട്ടുന്നു. പിന്നെ അതിനുശേഷം കാസമീറോ ഒരു ഹെഡർ ചാൻസ്, ഫ്രീ ഹെഡർ ചാൻസ് മിസ് ചെയ്യുന്നു. പിന്നെ ബ്രൂണോയുടെ ഒരു ഫ്രീ കിക്ക്, അത് ഡീൻ ഹെൻഡർസൺ സേവ് ചെയ്യുന്ന ഒരു മികച്ച ഒരു സേവ്. ഇതല്ലാതെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ എടുത്ത് കാണിക്കാൻ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് വി ഹാഡ് ടു ലൈക്ക് ആ ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലാതെ ഒരു ഗിയർ മാറി, കാരണം അവരുടെ ഗോൾ അടിച്ചിട്ട് പോലും നമുക്ക് അത്രയും രീതിയിലുള്ളൊരു അറ്റാക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഉറപ്പായിരുന്നു, കാരണം എന്തായാലും ഹാഫ് ടൈം ആകുമ്പോൾ കാരിക്ക് ഇവരുടെ അടുത്ത് കറക്റ്റായിട്ടുള്ള ടാക്ടിക്സ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ വി സ്റ്റാർട്ടഡ് ഒരു ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂട്ടി, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പെനൽറ്റി വരുന്നത്. അതായത് മത്യാസ് കുഞ്ഞ ആ ഒരു അറ്റാക്കുമായിട്ട് മുമ്പോട്ട് പോകുന്നതും ഈ ലക്വ ബാക്കിൽ നിന്ന് പിടിച്ച് വലിച്ചിടുന്നതുമായിട്ട് നമുക്ക് ആ ഒരു പെനൽറ്റി കിട്ടി. ഇപ്പം ഈ പെനൽറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എ പെനൽറ്റി എനിക്ക് തോന്നുന്നു വെച്ചാൽ, കാരണം ബോക്സിൻ്റെ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഷോൾഡറിൽ പിടിച്ച് വലിക്കുന്നത്. പിന്നെ ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് ആ ഹാൻഡ് എടുത്ത് മാറ്റുന്നത് തന്നെ. അപ്പം ആസ് എ പ്ലെയർ നമുക്ക് ആ പെനൽറ്റി ബോക്സിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ബുദ്ധിയുള്ള പ്ലെയർ ആണെങ്കിലും വീഴും. സോ ഇതിന് മുമ്പത്തുള്ള ഗെയിമിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എനിക്കൊന്ന് എംബൂമോയെന്ന് തോന്നുന്നു, എംബൂമോന് ഈ ഒരു പെനൽറ്റി ബോക്സിന് എത്തുന്നതിന് മുമ്പ് ഡിഫൻഡർ ഷോൾഡറിൽ പിടിച്ചിട്ട് ലൈൻ ക്രോസ് ചെയ്തതിന് മുമ്പ് കൈ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എംബൂമോ വന്നിട്ട് വീഴുന്നു. ആൻഡ് നമുക്ക് ആ ഒരു പെനൽറ്റി കഴിഞ്ഞ ഗെയിമിൽ കിട്ടിയില്ല. പക്ഷേ ഈ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ആ പെനൽറ്റി ബോക്സ് ക്രോസ് ചെയ്ത് സമയത്ത് ആ ഷോൾഡറിൽ കൈ വെക്കുന്നുണ്ട്, കൈ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ വീഴുന്നതും കൈ എടുക്കുന്നതും. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി എ പെനൽറ്റി.
ബട്ട് റെഡ് കാർഡിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഐ ആം നോട്ട് ക്വൈറ്റ് ഷുവർ. മേ ബി അത് ലാസ്റ്റ് മാൻ എന്നുള്ള ലെവലിൽ, അത് പക്ഷേ ഗോളിന്റെ തൊട്ട് മുമ്പിലുള്ളതല്ല, സൈഡിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു സോഫ്റ്റ് റെഡ് എന്ന് വേണം പറയാനായിട്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 10 പേരിൽ ചുരുങ്ങിയ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിക്കാനായിട്ട് ധാരാളം മതിയായിരുന്നു. ആൻഡ് ബ്രൂണോ ആ പെനൽറ്റി സ്കോർ ചെയ്യുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ടഡ് ബിക്കമിങ് ബെറ്റർ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഗെയിമിൽ മെയിനായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ പെനൽറ്റിയും റെഡ് കാർഡും തന്നെയാണ്. അപ്പം ഒറ്റയടിക്ക് തന്നെ ഒരു ഗോളും കിട്ടി, ഒരു പ്ലെയർ അവർക്ക് കുറയുകയും ചെയ്തു. സോ അവിടെ നിന്ന് നമ്മൾ തുടങ്ങി. ആൻഡ് ദെൻ പിന്നീട് അങ്ങോട്ടേക്ക് കളി നിയന്ത്രിച്ച് കൊണ്ടുപോയി. ബ്രൂണോ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. പിന്നെ സെസ്കോ അവതരിച്ചു വീണ്ടും. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു സെസ്കോവിന് ഒരു രീതിയിലുള്ള സപ്ലൈയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹി വാസ് ട്രൈങ് ടു മേക്ക് റൺസ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ബോൾ കീപ്പ് ചെയ്ത് ആ കറക്റ്റുള്ള റൺസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ടേക്ക് സെക്കൻഡ് ഹാഫിൽ ഈ കളിയിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ സെസ്കോനെ കളിയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ സെസ്കോ വാസ് പുട്ട് ഇൻ ടു ദ സ്റ്റാർട്ടിംഗ് 11. നമ്മൾ കഴിഞ്ഞ കളിയിൽ നിന്നും ഈ കളിയിലേക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ സെസ്കോ കെയിം ഇൻ ദ പ്ലേയിങ് 11. അപ്പോൾ സെസ്കോനെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ബാക്ക് 3 കളിക്കുന്ന ടീമാണ്. അപ്പോൾ അവരുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബോളുകൾ ക്രോസ് ആയിട്ട് പെനൽറ്റി ബോക്സിലേക്ക് വരേണ്ട സാഹചര്യമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ അത് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിന്നാണ് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു അസിസ്റ്റിൽ നിന്നും സെസ്കോയുടെ ബുള്ളറ്റ് ഹെഡർ, അത് ഒരു കിടിലം സ്ട്രൈക്കറിന്റെ ഹെഡർ തന്നെയാണ്. കാരണം അവരുടെ ഡിഫൻഡറിന്റെ തൊട്ട് ബാക്കിലാണ് നിൽക്കുന്നത്. ആ ബോൾ വരുന്നത് വരെ ഒരു രീതിയിലും സെസ്കോന് അത് കിട്ടും എന്നുള്ള തോന്നിപ്പിക്കുന്ന ലെവലല്ല നിന്ന്. കാരണം ഡിഫൻഡറിന്റെ തലയ്ക്ക് വന്നുകൊണ്ടിരുന്ന ബോളാണ്. അപ്പോൾ കറക്റ്റ് ഒരു സ്ട്രൈക്കറിന്റെ ഇൻസ്റ്റിങ്റ്റോടുകൂടി ബാക്കിൽ നിന്നും ബോൾ എത്തുന്ന സാഹചര്യത്തിലാണ് തൊട്ട് ഫ്രണ്ടിലേക്ക് വരുന്നതും ഹെഡ് ചെയ്ത് ഗോൾ ഇടുന്നത്. സോ ബ്യൂട്ടിഫുൾ ഗോൾ. ഒരു ഗോളിന് ഹെൻഡേഴ്സണ് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ 2-1 വെച്ചിട്ടാണ് നമ്മൾ കളി അവസാനിപ്പിക്കുന്നത്. പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂക്ക് ഷോയുടെ ഭാഗത്തു നിന്നും എനിക്ക് അറിഞ്ഞൂടെ, കഴിഞ്ഞ കുറച്ച് ഗെയിംസ് ആയിട്ട് ലൂക്ക് ഷോയുടെ ഭാഗത്തു നിന്നും ആ ഒരു ലെഫ്റ്റ് ഡിഫൻഡറായിട്ട് അമറും പരീക്ഷിച്ചതുപോലെ തന്നെയാണ് ലൂക്ക് ഷോ നിൽക്കുന്നത്. ഹീ ഈസ് നോട്ട് മൂവിങ് ഫോർവേഡ്. നമ്മുടെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഈ എന്താ പറയുക ബാക്ക് കളിക്കുന്ന പ്ലെയർ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹി ഹാസ് ടു മൂവ് ഫോർവേഡ് അല്ലേ. ഫോർവേഡ് പോയിട്ട് കളി ഇമ്പാക്ട് ചെയ്തിട്ട് ക്രോസുകൾ കൊണ്ടുവരേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ച് എന്താ പറയുക ലൂക്ക് ഷോ ചെയ്യേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലൂക്ക് ഷോ അത് ചെയ്യുന്നില്ല. കഴിഞ്ഞ കുറച്ച് ഗെയിംസ് ആയിട്ട് ഈസ് നോട്ട് മൂവിങ് ഫോർവേഡ്. ഒരു മിഡ് ലൈൻ വരെ അല്ലെങ്കിൽ അവിടെ വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, പാസ് കൊടുക്കുക, അവിടത്തോടുകൂടി ലൂക്ക് ഷോയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ബട്ട് ഹീ ഈസ് നോട്ട് മൂവിങ് ഫോർവേഡ്. കളി ഇമ്പാക്ട് ചെയ്യുന്നില്ല. കൂടുതലും റൈറ്റിലൂടെയാണ് അത് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ലൂക്ക് ഷോ ഇഞ്ചറി പറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് മെസറായി വന്നത്. മെസറായി വന്ന് കഴിഞ്ഞിരുന്നപ്പോൾ വി സ്റ്റാർട്ടഡ് പ്ലേയിങ് മച്ച് ബെറ്റർ. കൂടുതൽ ബോൾ കൺട്രോൾ വരുന്ന തുടങ്ങി. പിന്നെ എന്താ പറയുക, അവരുടെ മുനോസിനെ കറക്റ്റായിട്ട് പൂട്ടാനായിട്ട് പറ്റി. അതുവരേക്കും ലൂക്ക് ഷോന് മുനോസിന് അടുത്ത് പോലും എത്താൻ പറ്റാത്ത രീതിയിലാണ് കളി നടന്നുകൊണ്ടിരുന്നത്. പിന്നെ മെസറായി വന്നതിന് ശേഷം മുനോസിനെ പ്രോപ്പറായിട്ട് പൂട്ടുകയും ചെയ്തു. പിന്നെ കറക്റ്റായിട്ട് പാസിങ്, കുറച്ച് ഇന്റലിജന്റ് ഗെയിം തന്നെയാണ് മെസറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ അത് ഡെഫിനറ്റ്ലി ആൻഡ് ഇമ്പാക്ട്. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് അറിയത്തില്ല ലൂക്ക് ഷോ കളിക്ക് ഉണ്ടാവും, ഇനി പരിക്ക് കാരണം പുറത്തിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണ്. ലൂക്ക് ഷോയുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് മേ ബി ഹി മൈറ്റ് മിസ് 1 or 2 ഗെയിംസ്. ഇനിയിപ്പോൾ നമുക്ക് വെനസ്ഡേ ഗെയിമുണ്ട്. അപ്പം അതിന് മുമ്പ് ഇത്രയും പെട്ടെന്ന് ലൂക്ക് ഷോ വരുമോ എന്നുള്ളത് ഉറപ്പില്ല. സോ മസറാവി ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റഡ് ദ ഗെയിം. ഹി ഹാഡ് എ ഗുഡ് ഗെയിം. അപ്പം അങ്ങോട്ടുള്ള ഗെയിമുകളിലും എന്തായാലും മസറാവി കാണാനായിട്ടുള്ള സാധ്യത. ആൻഡ് ഡെലോ ഹാഡ് എ വെരി പുവർ ഗെയിം. എത്രയോ മിസ് പാസസും പിന്നെ ലൂസിങ് ഔട്ട് ഓഫ് പൊസിഷൻ ഇതെല്ലാം നടത്തി വീണ്ടും പഴയ ഡെലോനെ പോലെ തന്നെയാണ് ഈ ഗെയിമിലും ഉണ്ടായിരുന്നത്. കോബി മെയിനും ഹി ഡിഡ്ന്റ് ഹാവ് എ ഗുഡ് ഗെയിം. ആദ്യത്തെ ഹാഫിലൊക്കെ എന്ന് പറഞ്ഞാൽ കളി ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഒരാളുമായിട്ട് അവർ കുറഞ്ഞ് 10 man ആയി കഴിഞ്ഞിരുന്നപ്പോഴാണ് കോബി മെയിനും ഈ കെയിം ഇൻ ടു ദ ഗെയിം. കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ബോളിലൊക്കെ കീപ്പ് ചെയ്യാനും അതൊക്കെ ചെയ്തത്. അല്ലാതൊക്കെ ആണെങ്കിലും 1-2 സാഹചര്യത്തിൽ ഈസി ബോളുകൾ ലൂസ് ചെയ്യുന്നതായിട്ടുണ്ടായിരുന്നു. ബ്രൂണോ with an assist and a penalty goal, he had a beautiful game. ഒരു 8 out of 10 പെർഫോമൻസ്, മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് തന്നെയാണ് ബ്രൂണോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കസമിറോ സെയിം വേ, ഈ ഓൾസോ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗെയിം. നല്ല രീതിയിലുള്ള കളി സെക്കൻഡ് ഹാഫിൽ കാഴ്ചവെച്ചു. ആൻഡ് ഫ്രണ്ട് ലൈനിൽ എംബൂമോ ആണെങ്കിലും കളിയിൽ അത്ര രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് എംബൂമോന് സാധിച്ചില്ല.
പിന്നെ മത്യാസ് കുന്യ എന്ന് പറഞ്ഞാൽ ഇൻ ആൻഡ് ഔട്ടാണ്. പല സാഹചര്യങ്ങളിലാണ് കുന്യ ബെറ്ററായിട്ട് കളിക്കുന്നത്. ഇന്നലെ ഇതൊക്കെ മുനോസിനെയൊക്കെ 1-on-1 ബീറ്റ് ചെയ്തിട്ട് ഒക്കെ മുമ്പോട്ട് പോകാനായിട്ടൊക്കെ 2-3 പ്രാവശ്യം ആ ഒരു 1-on-1 ബീറ്റ് ചെയ്തിട്ട് എന്താ പറയുക ക്രോസ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ മത്യാസ് കുന്യ എന്ന് പറഞ്ഞാൽ ഓവറോൾ മൊത്തത്തിൽ ഇല്ല, പക്ഷേ ബിറ്റ്സ് ആൻഡ് പീസസ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള സാഹചര്യങ്ങളിൽ ബെറ്ററായിട്ട് കളിക്കുന്ന ഇതുണ്ടായി. പിന്നെ ലെമൻസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരു മറ്റേ സാറിൻ്റെ ഒരു ചാൻസ് മാത്രം സേവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ആ ഒരു ഗോൾ, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, അതും അങ്ങനത്തെ ഒരു ഹെഡർ തന്നെയായിരുന്നു. അതർവൈസ് പിന്നെന്താ പറയുക, ലെനി യൂറോനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലെനി യൂറോയുടെ ഹെഡർ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഹി ഈസ് നോട്ട് ഡോമിനൻറ്റ് ഇൻ ഹിസ് ഹെഡിങ് കേപ്പബിലിറ്റീസ്. ബാക്കിയുള്ളതൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഓക്കെയാണ്. എന്നിരുന്നാലും ഉയർന്ന് ചാടി ബോൾ ക്ലിയർ ചെയ്യുന്നതിലൊന്നും ലെനിയൂറോ ബെറ്റർ അല്ല. കുറേ കളികൾ ഞാൻ ഇതിനു മുമ്പുള്ള കളികളും ശ്രദ്ധിച്ചു. ഇപ്പം യൂറോയുടെ ബാക്കിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് ഇപ്പോൾ ലെനിയൂറോയുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഒന്നൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഹി കാൺ ജമ്പ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ജമ്പ് വന്ന് ക്ലിയർ ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. ഡിഫൻഡർ അല്ലെങ്കിൽ എതിർ ടീമിൻ്റെ പ്ലെയേഴ്സ് കൂടുതലും ലെനിയൂറോനെ ഡോമിനേറ്റ് ചെയ്തിട്ട് കളി പ്രത്യേകിച്ച് ഈ ബോക്സിൻ്റെ അകത്ത് കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം മേ ബി ഹീസ് യങ്, ഹീസ് ലേണിംഗ് ദ ട്രേഡ് അല്ലേ. അപ്പോൾ അത് കാരണം ആ ഒരു സംഭവം യൂറോ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം മെഗ്വയർ ഓൾസോ ഡോമിനേറ്റഡ്. മറ്റേ സ്റ്റാൻ ലാസനെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പൂട്ടി എന്ന് വേണം പറയാൻ. കാരണം ലാസൻ കുറച്ച് അപകടകാരിയായിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം ലാസനെ പൂട്ടി പ്രോപ്പറായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ്, ഡിഫൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അവർക്ക് ഞാൻ പറഞ്ഞ പോലെ എതിർ ടീമിന് അധികം സാധ്യതകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡിഫൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 3rd പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിംസ് 10 ഗെയിംസ് ഉണ്ട്. സോ വി നീഡ് ടു കണ്ടിന്യൂ ദിസ് മൊമെൻറ്റം. ഇനി അങ്ങോട്ടേക്ക് ഉള്ള ഗെയിംസ് ഇനിയിപ്പോൾ 2 ടഫ് ഗെയിംസ് വരുന്നുണ്ട്. ന്യൂകാസിൽ ഓൺ വെനസ്ഡേ, പിന്നെ അതിനുശേഷം എനിക്കൊന്ന് സൺഡേ ആണെന്ന് തോന്നുന്നു, അടുത്ത സാറ്റർഡേ സൺഡേ ഐ ആം നോട്ട് ഷുവർ, ആസ്റ്റൺ വില്ല ആയിട്ടുള്ള ഗെയിമും വരുന്നുണ്ട്. അപ്പോൾ 2 മേജർ ഗെയിംസ്. അപ്പോൾ ഈ 2 ഗെയിംസും എന്താ പറയുക നമ്മുടെ അങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് പുരോഗതിയെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. സോ വി നീഡ് ടു ഗെറ്റ് 2 wins ഔട്ട് ഓഫ് 2 ഈ 2 ഗെയിമിൽ ഈ വരുന്ന ആഴ്ചയിൽ 2 ഔട്ട് ഓഫ് 2 തന്നെ ഉറപ്പായിട്ടും കിട്ടണം. സോ ദാറ്റ് വി ക്യാൻ സിമെന്റ് ദാറ്റ് 3rd സ്പോട്ട്. കാരണം ഇപ്പം ചെൽസി തോറ്റ് അവർ താഴെ പോയി, ലിവർപൂളാണ് ഇപ്പം ആ 4th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെയും കാട്ടി നമുക്ക് പോയിന്റ് ഡിഫറൻസ് ഉണ്ട്, 3 പോയിന്റ് ഡിഫറൻസ് കിടക്കുന്നുണ്ട്. സോ വി നീഡ് ടു കണ്ടിന്യൂ ദാറ്റ് ഗ്യാപ്പ്. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. സോ വാട്ട് ആർ യുവർ തോട്ട്സ്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ കളിയെക്കുറിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ചാനൽ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് പ്ലീസ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.